നമ്മൾ ഗവൺമെന്റിലേക്കാണ് ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണല്ലോ, അപ്പോൾ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ റിപ്പോർട്ട് ചെയ്യും. ഈ സന്ദർശനത്തിൽ ഏതെങ്കിലും ഇടപെടലുകൾ ഇപ്പോൾ ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അതാ പറഞ്ഞത്, ഗവൺമെന്റായിട്ട് ടേക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മാരാങ്കോട് താമസിക്കുന്ന ആദിവാസി കുടുംബാംഗങ്ങളെ കാണാനെത്തി. ഇന്ന് ചാലക്കുടി താലൂക്ക് ഓഫീസിലെ പ്രത്യേക യോഗത്തിന് ശേഷം 2:30 ശേഷമാണ് മാരാങ്കോട് ജില്ലാ കളക്ടർ എത്തിച്ചേർന്നത്. ജില്ലാ കളക്ടറോട് തങ്ങളുടെ നീണ്ട ദുരിതങ്ങളും പരാതികളും ആദിവാസി കുടുംബാംഗങ്ങൾ അറിയിച്ചു. തുടർന്ന് ആദിവാസി ഉന്നതിയിലെ വീടുകളിലേക്ക് കയറി ചെന്ന് ആ വീടുകളുടെ പരിസ്ഥിതി മനസ്സിലാക്കിയ ജില്ലാ കളക്ടർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി സർക്കാരിനോട് ആരായുമെന്നാണ് ജില്ലാ കളക്ടർ സംസാരിച്ചത്. സുനന്ദ നാരായണൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, LDF പാർലമെന്റ് പാർട്ടി ലീഡർ ടോമി കളമ്പാടൻ തുടങ്ങിയവർ ഇപ്പോൾ നിലവിൽ അവിടെ അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് വൈദ്യുതി ലഭിച്ചിട്ടില്ല. ആ വൈദ്യുതി ലഭിക്കണമെങ്കിൽ നിലവിൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് ഫോറസ്റ്റിൻ്റെ അനുമതി ലഭിക്കില്ല. യാതൊരുവിധ കൺസ്ട്രക്ഷനുകളും അവിടെ ഈ ഫോറസ്റ്റ് ഭൂമി നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേക ഒരു നിയമം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സോളാർ ലൈറ്റുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ലൈറ്റ് സംവിധാനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആദിവാസി കുടുംബങ്ങളുടെ വീടുകളിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ LDF മെമ്പർമാർ ഈ ഉന്നതിയിലെ വീടുകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും കളക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടും പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദിവാസി കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 9 മാസത്തോളമായിട്ട് ഈ ഫോറസ്റ്റ് ഭൂമിയിൽ, ഈ കാട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ്. യാതൊരുവിധ ഇടപെടലുകളുമില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂരേഖയുമായി ബന്ധപ്പെട്ട നിയമം അത് പ്രാബല്യത്തിൽ വരുത്തി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയുടെ രേഖകൾ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഇത് പ്രകാരം ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? മഴക്കാലം വരുന്നു. ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ അടക്കമുള്ളവർ ഈ വീട്ടിൽ വളരെ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ല. പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് വലിച്ചു കെട്ടിയ കുടിലുകൾക്ക് മേലെയുള്ള മരക്കൊമ്പുകൾ വീണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റാൻ പറഞ്ഞിട്ട് പോലും ഫോറസ്റ്റ് സംവിധാനങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ അടുത്ത് ഈ ആദിവാസി കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാർ ആവശ്യപ്പെട്ടത്. നീണ്ട വർഷങ്ങൾ തങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും മറ്റും ആരംഭിച്ചിട്ടും ഇന്നേ വരെ അതിനൊരു പൂർത്തീകരണം നടന്നിട്ടില്ല എന്ന് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആദിവാസി കുടുംബാംഗങ്ങൾ തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ജില്ലാ കളക്ടർ പറഞ്ഞത്, ഇവിടെ എന്ത് ക്രമീകരണം നടക്കും? ഞാനിപ്പോൾ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു സന്ദർശനമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിസ്ഥിതികൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം ഇവിടെ എന്തൊക്കെ നടപടികൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളോട് ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ ശിഖ സുരേന്ദ്രൻ ജില്ലാ കളക്ടർ JFS മീഡിയ റിപ്പോർട്ടർ പ്രത്യേകം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആദിവാസി കുടുംബാംഗങ്ങൾ ഇപ്പോഴും അവരുടെ കണ്ണുകളിൽ നിരാശ തന്നെയാണ് തളം കെട്ടി നിൽക്കുന്നത്. എത്ര നാൾ ഈ കൊടും മഴയ്ക്ക് മുൻപ് യാതൊരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതിനിടയിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് കേന്ദ്ര ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഈ ലെറ്റർ പ്രകാരം പറയുന്നത്, ഫോറസ്റ്റിന്റെയോ മറ്റ് സംവിധാനങ്ങളുടെ അനുമതി ലഭിക്കാതെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കയ്യേറ്റമാണ്, ഇത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു ഉള്ളടക്കത്തോടു കൂടിയുള്ള ലെറ്റർ പഞ്ചായത്തിന് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ആ ലെറ്റർ ജില്ലാ കളക്ടറെ കാണിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇപ്പോഴത്തെ ഇവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നത്. കളക്ടർ ആയതിനു ശേഷം, തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ശിഖ സുരേന്ദ്രൻ ഈ മാരാങ്കോട് താമസിക്കുന്ന ആദിവാസി കുടുംബാംഗങ്ങളെ കാണാനെത്തിയത്. കൊച്ചു കുട്ടികളടക്കമുള്ളവർക്ക് മധുരപലഹാരം കൊടുത്തും അവർ ചേർത്ത് നിർത്തിയുമൊക്കെ ആദിവാസി കുടുംബാംഗങ്ങളെ സമാശ്വസിച്ചു. പക്ഷേ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്, എന്ന് ഈ ആദിവാസി കുടുംബങ്ങളുടെ നിത്യ നരകതുല്യമായിട്ടുള്ള ഈ ജീവിതം, അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് എന്ന് കിട്ടും? ഈ നരകതുല്യമായ ജീവിതം എന്ന് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. മറ്റു കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.